Sallallahu ala Muhammad sallallahu alayhi wa sallam. Sallallahu ala Muhammad sallallahu alayhi wa sallam. Sallallahu ala Muhammad sallallahu alayhi wa sallam. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് ഹാഫ് വേണോ? ആധുനിക സമുദായത്തിന്റെ പേരിൽ ഭാര്യ എന്ന പേരില്ല, ഹസ്ബൻഡ് വൈഫ് എന്നുള്ള പ്രയോഗമൊക്കെ വിട്ടു. ഇപ്പൊ ബെസ്റ്റ് ഹാഫ് എന്നാ പറയാ. ബെസ്റ്റ് ഹാഫ് മീൻസ് നല്ല ബാധി. അത് ചിലപ്പോ വേസ്റ്റ് ഹാഫ് ആവും, വളരെ മോശം ബാധിയാവും. ബെസ്റ്റ് വേസ്റ്റ് ഓപ്പോസിറ്റ് വേർഡുകളാണ്. നല്ല ബാധി നിങ്ങൾ ആലോചിച്ചു, കെട്ടുന്ന പെണ്ണ് നല്ല പെണ്ണായിരിക്കണം. എങ്ങനെയാ പെണ്ണ് കെട്ടേണ്ടത്? അവളുടെ ഗ്ലാമറാണോ മനസ്സിനാണ് ഭംഗി എന്ന് പഠിപ്പിക്കാൻ ഇസ്ലാം. ഒരു കാര്യങ്ങളോട് പറയാ, ചെറുപ്പക്കാരുണ്ടല്ലോ, നിങ്ങളെ കാണുമ്പോ ലൈൻ അടിക്കുന്ന പെണ്ണ് ദീനീപരമായിട്ട് നല്ല പെണ്ണാണോ അല്ലേ? ഉറക്കെ പറയും. വയസ്സന്മാരാ പറയണത്, ഉറക്കെ പറയും. ആണോ അല്ലേ? എന്തെങ്ങൾക്ക് സംശയം? അല്ല, സംശയിക്കേണ്ട. അല്ല, നിങ്ങളെ കാണുമ്പോ കൊഞ്ചുന്ന പെണ്ണ്, നിങ്ങളെ കാണുമ്പോ ഐ ലവ് യു എന്ന് പറയുന്ന പെണ്ണ്, ഒരു കാര്യം ഉറപ്പാണ്, ഓള് നല്ല പെണ്ണാണെങ്കിൽ നിന്നെ കാണുമ്പോ അങ്ങനെ പറയോ? പറയില്ലല്ലോ. നിങ്ങൾ പറയും, നിങ്ങളൊരു പെങ്ങള് വേറൊരാളിനോട് ഐ ലവ് യു പറഞ്ഞ നമുക്ക് എന്ത് ചൂടാ? ഓ ഭയങ്കര ചൂട്, 110 ആ ചൂട്ടിൽ വേണമെങ്കിൽ അവന്റെ ഇസ്തിരി ഇടുകയും ചെയ്യാം, അത്ര ചൂടുണ്ടാവും. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കണം, ഇത് ലോജിക്കാണ്. ഞാൻ വളരെ കൃത്യമായി പറയുന്നു. നിങ്ങളുടെ ഭംഗി കണ്ടിട്ട്, നിങ്ങളുടെ സ്പൈക്ക് കണ്ടിട്ട്, നിങ്ങളുടെ മോഡേൺ താടി കണ്ടിട്ട് നിന്നെ കണ്ട് പുഞ്ചിരിക്കുന്ന ക്യാമ്പസിലെ പ്രണയിനി, അവളുടെ ലോജിക്ക് എന്താ? അവളുടെ മനസ്സെന്താ? ഗ്ലാമറുള്ള, നിന്നേക്കാൾ ചന്തമുള്ള മറ്റൊരാൾ വന്നാൽ അവനോടും ചിരിക്കും. ആര്? ഈ പെണ്ണ്. അതോളെ അവളുടെ DNA അതാണ്, ചിരിക്കാൻ പറ്റും. പിന്നെ നിനക്ക് രാത്രി എന്തായടാ, ഫുള്ളിന്ന് മൂഡ് ഓഫ് ആടാ, പറയേണ്ടി വരും. അവളൊരു ഹായ് പറഞ്ഞില്ലെങ്കിൽ, അല്ലേ, അവളൊരു ഹായ് പറഞ്ഞില്ല, നിനക്ക് ഉറക്കം വരുന്നില്ല. അള്ളാഹു കാക്കട്ടെ. നല്ലത് എന്താ അറിയാം? ഒരു പരിചയമില്ലാത്ത പെണ്ണിനെ കെട്ടിക്കോളി. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. മക്കള് നന്നാവും. നിങ്ങൾ തന്നെ ലൈൻ അടിച്ചിട്ട് പെണ്ണ് കെട്ടിയാ പിന്നെ എങ്ങനെ ഉണ്ടാക്കി? ബാക്കി വരുന്ന മക്കൾ എന്തായിരിക്കും അവസ്ഥ? പണ്ടൊരാള്, ഒരു മകൻ ഉപ്പാനോട് ചോദിച്ചത്ര, ഉപ്പ അപ്പുറത്തെ പുരയിലെ പാത്തുവായിട്ട് ഞാൻ ലവ് ആണെന്ന് ഉപ്പാക്ക് അറിയാലോ? അറിയാം മോനെ. ഭയങ്കര സപ്പോർട്ടീവായി ഉപ്പ. ഉപ്പ എനിക്ക് ഓളെ തന്നെ കെട്ടണം. നീ എന്താ അങ്ങനെ പറയുന്നത്? ഓളെന്നെ കെട്ടണം, ഓളെ വേണ്ട, നീ വേറെ ആരെങ്കിലും ലവ് ആക്ക്. ലവ് ആക്കുന്നതിന് ഞാൻ എതിരല്ല, നിനക്കറിയാലോ. നിന്റെ ഉമ്മാനെ ഞാൻ ലവ് ആക്കിയിട്ടല്ല കെട്ടിയത്, തെളിവ് പറയാണ്. നീ ലവ് ആക്കിയിട്ട് കെട്ടിക്കോ, ഓളെ കെട്ടണ്ട, വേറെ ആരും കെട്ടിക്കോ. മോൻ പറഞ്ഞ് അത് പറ്റൂല, ഓളെന്നെ വേണം, അള്ളാണം പള്ളിയാണ്, ഓളെന്നെ വേണം. ഉപ്പ ലാസ്റ്റ് ചൂടായിട്ട് ഉപ്പ പറഞ്ഞു, നീ എന്റെ ഉമ്മനോട് പറയാതിരിക്കുമെങ്കിൽ ഞാൻ നിന്നോടൊരു രഹസ്യം പറയാം. നീ പാത്തൂനെ കെട്ടുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത്. യഥാർത്ഥത്തിൽ പാത്തു എന്റെ മോളെന്നാടാ, പാത്തു എന്റെ മോളാ. അപ്പുറത്തെ പെണ്ണിൽ എനിക്കുണ്ടായ മോളെ. ചുമ്മാട് നീ പറയണ്ട. നീ ഓളെ കെട്ടുകയാണെങ്കിൽ ആങ്ങളെയും പെങ്ങളെയും തമ്മിൽ മംഗലം കഴിക്കുന്ന പോലെ, അതുകൊണ്ട് വേണ്ട. ഇവന് വിട്ടില്ല, ഓളെന്നെ കെട്ടണം. മെല്ലെ ഉമ്മാന്റെ അടുത്ത് പോയി ഉമ്മാനോട് പറഞ്ഞു, ഓളെന്നെ എനിക്ക് വേണം. ഉപ്പ വിടുന്നില്ല എന്ന് പറയുന്നു. ഉപ്പ വിടുന്നില്ല എന്ന് പറയുന്നു, എനിക്ക് ഓളെന്നെ വേണം. അപ്പൊ ഈ ഉമ്മാടും പറഞ്ഞു, അത് പറ്റൂല. ഉപ്പനോട് ഉമ്മാട് പറയണ്ടെന്ന് പറഞ്ഞൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. എന്താടാ പറഞ്ഞ? നീ മെല്ലെ പറയും. അപ്പൊ ഉമ്മാട് ഈ മോൻ പറഞ്ഞു, അതില്ല ഉമ്മ, ഓൾ ഉപ്പാന്റെ മോളാണോലു. അപ്പൊ ഞാൻ കെട്ടി ആങ്ങളെയും പെങ്ങളെയാവും. അപ്പൊ ഉമ്മാക്ക് ചൂട് കയറിയില്ലേ? ഉമ്മ മെല്ലെ ചെവിന്റെ മോരട്ട് പൊടിച്ചിട്ട് മോനോട് പറഞ്ഞു, നീ ധൈര്യത്തിലെ കെട്ടിക്കോടാ. ഉപ്പ എന്ത് പറഞ്ഞാലും നീ ധൈര്യത്തിലെ കെട്ടിക്കോ. നീ ഉപ്പാന്റെ മോനല്ല, നീ ധൈര്യത്തിലെ കെട്ടിക്കോ. നിന്റെ ഉപ്പ ഈ ഉപ്പയല്ല, അത് അപ്പുറത്തെ വരത്തെ മറ്റൊരുത്തനാണ്. എങ്ങനെയുണ്ട് സന്തുഷ്ട കുടുംബം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഉപ്പയും ഉമ്മയൊക്കെ സപ്പോർട്ടീവാണ്, വളരെ നല്ല ഉപ്പയുമ്മയാണ്.
ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് ചിരി വരുന്നുവെങ്കിലും ഇതിന് പിന്നിലൊക്കെയും അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് കെട്ടാൻ പോകുന്ന പെണ്ണ് അവൾ നല്ല പെണ്ണാവണോ? നിക്കാഹിന് മുമ്പ് സംസാരിക്കാത്ത പെണ്ണാകണം. ആർക്കാണ് ധൈര്യം പറയാൻ പറ്റുക? ഞാൻ നിങ്ങളോട് ധൈര്യപൂർവ്വം പറയുന്നു. ഞാൻ പറയാണ്, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനോട് നിക്കാഹിന് മുമ്പ് സംസാരിച്ചിട്ടില്ല, ഒരു ഹർഫ് പോലും സംസാരിച്ചിട്ടില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇപ്പോഴെന്താ കുടുംബം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കുടുംബം എന്ന് പറഞ്ഞ അർത്ഥം കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുക. ഇമ്പം മീൻസ് ലവ്, സ്നേഹം ഉണ്ടാവുക. കൂടുമ്പോൾ ഇമ്പം. ഇപ്പൊ കൂടുമ്പോ ഇമ്പല്ല, ഭൂകമ്പം ഉണ്ടാവുന്നത്. കുടുംബം എന്ന് പറഞ്ഞാല് കൂടുമ്പോ ഇമ്പം ഉണ്ടാവുക. ഇപ്പൊ കൂടുമ്പോ ഭൂകമ്പം ഉണ്ടാവുന്നത്. അല്ലാഹു കാക്കട്ടെ. എങ്ങനെയാ വരുന്നത്? അത് വരാനുള്ള കാരണം കെട്ടുന്ന പെണ്ണ് നല്ല പെണ്ണാകണം. ഉമ്മമാരെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ സഹോദരന്മാരെ, വാപ്പമാരെ, ഞാൻ നിങ്ങളുടെ മകനെ പോലെയൊന്ന് പറയട്ടെ. മക്കളെ വളർത്തുമ്പോ ഭാവിയിൽ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന മകൻ അവൻ നല്ല മകനാകണോ? ഭാര്യ നന്നാകണമോ? ലൈനടിച്ച് കെട്ടരുതേ. ആ സ്വഭാവം ഉണ്ടാകരുതേ. ഇസ്ലാമിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ലോകം വൃത്തികേടിന്റെ ലോകമാണ്. പുതിയ പുതിയ പ്രണയങ്ങളുടെ ലോകമാണ്. ഇന്നലത്തെ ന്യൂസിലതാ കാണുന്നു, അനുജൻ സ്വന്തം ജ്യേഷ്ഠത്തിയുടെ പ്രണയം പാടില്ലെന്ന് പറഞ്ഞപ്പോ ഇന്ന് വായിച്ച ന്യൂസാണ്. പെങ്ങളോട് പറഞ്ഞു, മോളെ നീ പ്രണയത്തിൽ പെടരുതെന്ന് പറഞ്ഞപ്പോ ആ പെങ്ങള് അനുജയങ്ങ് വെട്ടുകയാണ്. അനുജൻ പെങ്ങളെ ആക്രമിച്ചതല്ല. സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലമാണ്. ഫെമിനിസ്റ്റുമാര് വളരുന്ന കാലമാണ്. സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവർ വരുന്ന കാലമാണ്. ഈ പെങ്ങളെ ആങ്ങളയെ വെട്ടി നുറുക്കുകയാണ്. അതുപോലെ കണ്ടില്ലേ, ഇന്നലെ തന്നെ മറ്റൊരു വാർത്ത വന്നു. നീതു എന്ന് പറയുന്ന ദത്തുപുത്രിയെ പ്രണയിച്ചപ്പോ ചെറുപ്പക്കാരനോട് ഇനി വേണ്ടെന്ന് പറഞ്ഞപ്പോ അലക്കാനിട്ടിരുന്ന തുണിയെടുക്കാൻ ടെറസിന്റെ മുകളിലേക്ക് ചെന്നപ്പോ അവിടെ വെച്ച് വടിവാള് കൊണ്ട് കുത്തി മലർത്തിയത് വൃത്തികെട്ട പ്രണയത്തിന്റെ പേരിലാണ്. പ്രണയത്തിന് വിട നൽകൂ കൂട്ടുകാരെ. എന്തിനാണ് പ്രണയം? ഭ്രമമാണ് പ്രണയം, വെറും ഭ്രമം. വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. ആധുനിക കവിമാര് പറയാണ്, വെറും ഒരു കുപ്പിച്ചില്ല് പോലെയാണിത്. പ്രണയത്തിന് ഞാനൊരു കേന്ദ്രം പറയാം. ലോകത്തെ കാമുകനെ പറ്റി പറയാം. ആർക്കാണ് പ്രണയിക്കേണ്ടത്? ആർക്കാണ് ലൈനടിക്കേണ്ടത്? ആർക്കാണ് സൗന്ദര്യമുള്ള കാമുകനെ വേണ്ടത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ വിളിക്കുന്ന ഒരു കാമുകനുണ്ട്, നിങ്ങളെ പ്രണയിക്കുന്ന ഒരു പ്രണയിനിയുണ്ട്. എന്റെ പെങ്ങളെ, വളരെ ആത്മാർത്ഥമായി പറയുകയാണ്, നിങ്ങൾ ചെറുപ്പക്കാരിൽ കാണുന്ന ഗ്ലാമർ അതൊന്നും ഗ്ലാമർ അല്ല. ആധുനികതയുടെ കോസ്മെറ്റിക്സുകൾ ഉപയോഗിച്ച് ആൺപിള്ളേരുടെ മുമ്പിൽ മൊഞ്ചി കാണിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ സൗന്ദര്യത്തിന്റെ ഉപജ്ഞാതാവല്ലാത്ത ആകാര സൗഷ്ഠവത്തിന്റെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന പ്രണയത്തിന്റെ ഉത്തുംഗ സ്വാഭാനത്തിൽ വിരാജിക്കുന്ന, മറ്റുള്ളവർക്ക് വഞ്ചന കൊടുക്കാത്ത, പറ്റിക്കാത്ത, ചതിക്കാത്ത, ഒരിക്കൽ പോലും മാറി നിൽക്കൂ എന്ന് പറയാത്ത ലോകത്തൊരു കാമുകനുണ്ട്. ഒന്ന് വിളിക്കാമല്ലോ. നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് 1000 വട്ടം റിപ്ലൈ തരുന്നതാണ്. നിങ്ങളൊന്ന് വിളിച്ചാൽ 10,000 വട്ടം തിരിച്ചു വിളിക്കുന്നതാണ്. ഈ ദുനിയാവിൽ മാത്രമല്ല, എല്ലാ സമയത്തും കൂടെ നിൽക്കുന്ന കാമുകനോട് മാത്രമേ പ്രണയം പാടൂ. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, സാന്ദർഭികമായി വന്നപ്പോ പറഞ്ഞതാണ്, മക്കാനോ